അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെയാ വർത്താനം? അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ സാധനം ഓരോന്ന് ലോഡാക്കണത്? അത് സംഗതി എന്താ വെച്ചാൽ, നാട്ടിൽ പോയൊരു നമ്മളെ സുഹൃത്ത് ഡ്രൈവർ പെട്ടെന്ന് വിളിച്ചറിഞ്ഞു. അയാൾ നാട്ടിലാണ്, റൂമിലുള്ള സാധനമൊക്കെ അവിടുന്ന് മാറ്റണം. കാരണം അവിടെ ഇപ്പോൾ അയാൾ കയറ്റി കൊടുത്ത ആൾ അവിടുന്ന് പോകുകയാണ് പറഞ്ഞു. അപ്പോൾ ഇനി ആരെങ്കിലൊക്കെ വന്നാൽ ഒരുപാട് സാധനം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത് മാറ്റിയാണ് എൻ്റെ റൂമിൽ കൊണ്ടാക്കി. ഞാൻ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ ഓൽക്ക് കൊടുക്കുകയും ചെയ്തോളായിരുന്നു. അപ്പം ഞാൻ അപ്പം തന്നെ പറഞ്ഞു, ഈ അരി സാധനമൊക്കെ ആർക്കെല്ലാം കൊടുക്കും. മറ്റേ വേറെയും കുറേ സാധനങ്ങളുണ്ട്, അത് മുപ്പര് വരുമ്പോൾ മുപ്പർക്ക് തന്നെയാണ് കൊടുക്കുകയും ചെയ്യുക. അപ്പം ഇതിലുള്ള സംഗതി ഒന്നും കണ്ടാലേ, ഇതാ ഈ റൂമിൽ നിന്നാണ് ഇപ്പം നമ്മൾ അതൊക്കെ ഇറക്കിയത്. ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ. എന്നാൽ നമ്മളെ റൂമിൽ ഇങ്ങനെ പോലെ നമ്മളെ റൂമിൽ നിൽക്കുന്ന ആ ഭാഗത്താട്ടോ. എന്നാൽ അപ്പൊ നമ്മള് ആ കൊണ്ടുവരണോ എടുക്കണോ അത് അതുപോലെ തന്നെ കാണിക്കുന്നതാണ് കരുതിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ അനുഭവത്തിൽ, ഒരു പ്രവാസ ജീവിതത്തിൽ ഇങ്ങനെ പല അനുഭവങ്ങളും വരുന്ന കൂട്ടുകാരുണ്ടാവും, വന്നവരുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മളെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കുക. ഗഫീലിന്റെ മകനാണത്. ഓൻ പറഞ്ഞ് ചിരിച്ച വീഡിയോ എടുക്കണ്ടല്ലേ. അപ്പൊ നമ്മളെ സ്പോട്ടിലെത്തി. നമ്മളെ സംഗതി ഇതാ, ഫസ്റ്റ് തന്നെ ഒരു അരിച്ചാക്ക്, വലിയ നാക്ക് ചെറിയ നാക്ക് കിട്ടിയ അരിച്ചാക്കാണ് ഇതൊക്കെ. ഒന്ന്, രണ്ട്, നമ്മളെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ പരിസരത്തിൻ്റെയോ വന്നു കൊണ്ടുപോവുകയാണെങ്കിൽ ഓൽക്കും അതൊരു ഉപകാരമാണ്, ഞമ്മക്കും. ഇതൊക്കെ നമുക്ക് കൊടുക്കാൻ തന്നെയാണ്. രണ്ട്, ഇതിലൊക്കെ എടുത്ത് മാറ്റണം അവിടെ നിന്നാണ് പറഞ്ഞത്. കാരണം വേറെ മുപ്പര് പറഞ്ഞത് ശരിയാണ്, വേറെ ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ അവിടെ കോലം മാറും. അപ്പം നമ്മളെ ആൾക്കാർക്ക് ഇതിന് കുറച്ച് ഉണക്കാമുന്തിരിയാണ്. മുപ്പരെ ഫാമിലിയും ഒക്കെ അവിടെ വന്ന് പത്തിന സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഗതിയൊക്കെ നാട്ടിൽ നിന്ന് കൊടുത്താണ് മുപ്പര്. എന്ത് പ്രസ് പത്തിരി ഉണ്ടാക്കണേ കണ്ടില്ലേ, പത്തിരി പ്രസ്. ഓ, നല്ല വെയിറ്റ് ആണ്. പിന്നെ കടുക്, നല്ല കാറ്റുണ്ട്. അപ്പൊ നല്ലൊരു ഭൂ പറഞ്ഞ സൗണ്ട് ഉണ്ടാവും. ഓൽക്കൊരു ഇതായിക്കോട്ടെ, പൂളാസ് ബിരിയാണി മസാല. പൂളാസ് ബിരിയാണി മസാല. ഇത് അണക്കണ ഒരു കല്ല്. ഇനി അവിടെ കൊണ്ടുവരാണെങ്കിൽ 2 വണ്ടിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. അത്രയും സാധനം ഉണ്ട്. നമ്മള് ചെമ്പൊക്കെ കുറേ ഉണ്ട് അവിടെ കിടക്കണ്. ഇതാ വെളിച്ചെണ്ണ കാണില്ലേ, വെളിച്ചെണ്ണ. എന്തോ ഒരു കാറ്റ്, ഇന്ന് പതിവില്ലാത്തൊരു പെരുങ്കാറ്റും. ഇതൊരു മിക്സിയാണ്. ഇപ്പം ആ മിക്സി വെല്ല ഇങ്ങനെ എടുക്കട്ടെ. കാരണം മിക്സി ഉണ്ട്, പൊട്ടുതൂക്കുണ്ട്. അണ്ണങ്ങൾ പൊട്ടുതൂക്ക്. ഈ മിക്സി മൂപ്പര് വാങ്ങിയാണ് ഇവിടുന്ന്, മൂപ്പരെ കൈ കൊടുത്ത് വാങ്ങിയാണ്. അല്ല പെരക്കാർ ഇതല്ല, അതാണ് മൂപ്പര് അത്ര ഇതിനൊരു കെയറിങ്. പെട്ടെന്ന് ആ മിക്സി മാറ്റണം എന്നാണ് പറഞ്ഞത്. എല്ലാ സാധനം മാറ്റണം, മിക്സി പ്രത്യേകിച്ച് മറക്കല്ലേ എന്ന് പറഞ്ഞാണ്. കാരണം ഇതിന് 250 റിയാലിൻ്റെ വില ഉണ്ട്. 250 റിയാൽ പറഞ്ഞാൽ നാട്ടിലൊരു 5500 റുപ്യ എൻ്റെ അടുത്തായി ഈ മിക്സിക്ക്. ഏതാണ് സംഗതി, ബ്രൗണിൻ്റെ മിക്സിയാണ്. നല്ല സാധനമാണിത്.
അതിൻ്റെ ജാറ് ആണല്ലേ. ഓ സുബ്ഹാനല്ലാ, ഇമ്മനെ തട്ടിയിട്ട് എന്ത് വേദന. അതിൻ്റെ ജാറ് ഇതാ, അതിൽ പൊടിച്ചണ സംഗതി ഇതിലെന്തൊക്കെ ഉണ്ട് എന്നാണ്. ആ ബിരിയാണി മസാല അത് അങ്ങനെ വെച്ചിരിക്കുകയാണ് പൊടിച്ചുകൊണ്ട്. അതിൻ്റെ വേറെ ജാറ്. അപ്പൊ ഇത് മിക്സി मिक्सी दे हमारी दिखे ना वक्त है भाई साहब आपका चाहिए रोज आपका चाहिए तो रोज ना قول هاي هذا فيه هاي كده بعدين راح في فيديو आपको كويس. ज्यादा चाहिए نفس الشيء ഫോം വന്നു പോകാൻ രണ്ടിയാൾക്ക് സ്പോട്ടിൽ കൊടുക്കാനായി. ഇതൊക്കെ ഇതിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതി കേട്ടോ. അതുകൊണ്ടാണ് അത് വീഡിയോയിൽ ഉൾപ്പെടുത്തി. അല്ലാതെ പിന്നെ അങ്ങനെ അല്ലാതെ വൃത്തിയല്ല. ഇനിയിപ്പോൾ നീച്ചണം ഓനെ ഒഴിവാക്കാനായിട്ട് അതിന് അവലെടുത്തി. ഇതിൽ എന്താ നോക്കി നമുക്ക്. അരി ഇത് ബിരിയാണി അരിയാണ് ആണല്ലേ. ഇത് പിന്നെ അങ്ങനെ ലൂസാകൊണ്ട് ഓവർ ചേർച്ചാൻ പറ്റുന്നില്ല. ചേർച്ച് കഴിഞ്ഞാൽ സംഗതി കജന്ന് പോകും. ആ അത് യമനിയാണ്. യമനിക്ക് വല്ലതും വേണമെങ്കിൽ ഓനും കൊടുക്കാം. ഇതൊക്കെ ഇല്ലവനും കൊടുക്കാം. ആ ഉണ്ട്. ഒരരിച്ചാക്ക് സ്റ്റാൻഡിനോട് കൂടി വിലങ്ങാക്കി വെച്ചിരിക്കുകയാണ്. കാരണം ഈ കാറ്റിന് സ്റ്റാൻഡ് രണ്ടട്ടപ്പം മറിഞ്ഞു ഫോൺ ക്യാമറൻ്റെ. അപ്പോൾ അതിന് അരിച്ചാക്കാടെ താഴത്ത് വെച്ചിരിക്കണം. അത് ഓന് കൊടുക്കാം. ഇതാണ് ഇത്. പിന്നെ ഈ അരി ഓൻ കഴിക്കൂല. ഇത് നമ്മളെ നാടൻ പാലക്കാടൻ മട്ടയാണ്. കാണില്ല നിങ്ങൾ. ഇതിൽ അത്യാവശ്യത്തിനുണ്ട്. ഇത് മലയാളീസിന് ഇറക്കിയാലും വേണമെങ്കിൽ കൊടുക്കുക. എനിക്ക് ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ എൻ്റെ മുന്നിൽ ആരാ കാണുന്നത് ഓൽക്ക് തന്നെയാണ് കൊടുക്കുക. ആണല്ലേ അരി പരമാവധി ഒത്തുകൊണ്ടാതെ കഴിച്ചില്ല കാണില്ല. അത്രയും നന്നു. السلام عليكم، كيف الحال؟ أبو نادر عاد بعد غياب طويل. الأخ شوكت يشكي ويبكي ويبيع قلافل، يبيع قيصان. هلا يبيع قيصان. وش هذا؟ هذا ايش كلام انت ذا؟ هذا ما في مشكلة. هذا ഇത് മല്ലിപ്പൊടിയാണ്. ഞങ്ങൾ مطحون كزبرة. كزبرة مطحون. ايوه كزبرة مطحون. അപ്പോൾ ഇത് മല്ലിപ്പൊടിയാണ്. പിന്നെ ഇത് പുട്ടും പൊടിയാണ്. ഇത് പുട്ടിൻ്റെ പൊടി വിജയിൻ്റെ. എന്താണ് ഇത്? ചായപ്പൊടി. ചായപ്പൊടി. പിന്നല്ലത് أبو نادر فخرينا أنت كذا. هذا ممكن كاميرا غفلت. جميل. أنا نارا لا مالكم بدي ناتن دور ده بدي أنا تموبر. هذا حر نار مرة يولع. ولك إيرو أتولا أبو إركلو إركده. أنا كاير. هنا ഒരിക്കത് പറ്റൂല. ഇത് എത്ര എരില്ല. കാരണം നാട്ടിലെ ആ ചോന്ത പൊടി. അല്ലേ ക്യാമറ അല്ലേ ഓ ക്യാമറ പോയി കളിച്ചു പോവാ ബ്രോ. انت بغى رز؟ هذا استنى بعد الكاميرا انا اديك هذا الرز. خلاص يلا استنى الحين لا تشيل ابو نادر. പിന്നെ കിട്ടിയെന്ന് വെച്ചാൽ അരിയാണ്. കടലോന് വേണ്ട. അവന് വേണമെങ്കിൽ ഓന്
ഇത് അരിച്ച അരി. ഇതും ബിരിയാണി അരിൻ്റെ പാക്കറ്റാണ്. പണ്ട് നമുക്ക് കിട്ടിയത് അവിടെ കൊണ്ടുപോയി കൊടുത്തതിന് മൂപ്പർക്ക്. അത് തീക്കനെ വെക്കട്ടെ. പിന്നെന്താണ്, പിന്നെ മൂപ്പര് പറഞ്ഞത് എന്താ വെച്ചാൽ ഇതൊക്കെ മൂപ്പര് വാങ്ങിയതാണ്. ഇത് ആരെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അറിയാത്തവർ ഇത് ഉപയോഗിക്കും. ഇത് റൈസ് കുക്കറാണ്. റൈസ് കുക്കർ ഇത് മൂപ്പര് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പം വീണ്ടും പ്രത്യേകം പറഞ്ഞത് മാറ്റുക. കണ്ടില്ലേ കുക്കർ. അപ്പൊ നമ്മള് അപ്പൊ ഇത് നമ്മൾ അതിന്റെ ചോട്ടിൽ സ്റ്റാൻഡിനൊരു ബെൽത്തിന് വേണ്ടി വെച്ചേനും അത് കിട്ടി, അതെടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ഇങ്ങനെ മലയാളി നമ്മളെ സുഹൃത്ത് നമ്മളോട് മാറ്റിയേക്കാൻ പറഞ്ഞത്. അവിടെ പോയി നമ്മൾ പറഞ്ഞാൽ നാളെ മറ്റന്നാളെ വേറെ ഡ്രൈവർ വന്നാൽ ഇതൊക്കെ നാശമായി, ഈ പൊടികളൊക്കെ കേടൊന്നും പോവും, മറ്റേതൊക്കെ ചിലപ്പോൾ എന്താകെ പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് മൂപ്പര് പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞാണ്. അപ്പൊ ഇതിനും ആളയക്കണ്. അഭിനാഥ് ഹായ്. هاي انا تعلم تعطيك هاي شكرا جزيلا. അപ്പൊ ഓക്കെ, എന്നാല് നമ്മളെ വീഡിയോ എന്നാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മളെ പ്രവാസ ലോകത്തെ ചെറിയ ചെറിയ അനുഭവങ്ങൾ നമ്മളെ കൂട്ടുകാരോട് പങ്കുവെക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ സാധനമൊക്കെ ഇനി എടുത്തുകൊണ്ട് നമ്മൾ റൂമിൽ വെക്കും. പിന്നെ നമ്മളെ വീഡിയോ പരിസരത്തിലേക്ക് കാണാണ്ട് വരികയാണെങ്കിൽ അവർക്ക് അവസരം നമ്മൾ തരും. ഓക്കെ എന്നാല്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ച്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്, സലാമു അലൈക്കും.